നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇടിമുഴിക്കലിനും ചേളാരിക്കും ഇടയിൽ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. അപ്പോൾ കഴിഞ്ഞ മാസം തലപ്പാടി മുതൽ പൊന്നാനി വരെയുള്ള ഏകദേശം വീഡിയോകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കുറച്ചൊക്കെ കണ്ടൻറ്റുകൾ കമ്മിയാണ്. അപ്പോൾ ഈ അടുപ്പിച്ച് വീഡിയോകൾ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും കാണേണ്ടി വരും. അതുകൊണ്ടാണ് വീഡിയോക്ക് ചെറിയ ഇടവേളകൾ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കാക്കഞ്ചേരിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അന്ന് ഈ റോഡ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത് കാക്കഞ്ചേരി 2 വളവും ഒഴിവാക്കിയിട്ട് പുതിയ സർവീസ് റോഡിനാണ്. ഈ സർവീസ് റോഡ് ടാറിങ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിച്ചിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പം ഇതിലെയാണ് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാം, കാക്കഞ്ചേരി വലത് ഭാഗത്ത് നോക്കിയാൽ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പഴയ റോഡിന് പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഒരു എസ് വളവായിരുന്നു, കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായൊരു വളവായിരുന്നു കാക്കഞ്ചേരി വളവ്. അപ്പോൾ ഈ വളവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ്. അപ്പോൾ അതിൻ്റെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണിത്. പൂർണ്ണമായിട്ടും വളവ് ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഈ റോഡ് മുന്നോട്ട് കടന്നു പോകുന്നത്. പിന്നീട് നമ്മുടെ ഈ കാക്കഞ്ചേരി ഭാഗത്തൊക്കെയുള്ള പല പ്രവാസി സുഹൃത്തുക്കളും നമ്മുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കാക്കഞ്ചേരി ഓവർപാസ് തുറന്നു കൊടുക്കാത്തതെന്ന്. എങ്കിൽ കാക്കഞ്ചേരി ഓവർപാസും തുറന്നു കൊടുത്തിട്ടുണ്ട്. ആദ്യം കാക്കഞ്ചേരി ഓവർപാസ് കുറച്ച് വീതിയൊക്കെ കുറഞ്ഞ ചെറിയൊരു ഓവർപാസ് ഇനി പിന്നീട് അതിൻ്റെ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് പിന്നീട് കുറച്ച് വീതി കൂട്ടിയിട്ട് വർക്കുകൾ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ വർക്കുകൾ കുറച്ച് വൈകിയത്. ഇപ്പോൾ കാക്കഞ്ചേരി ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. കുളപ്പുറത്തൊക്കെ പോലെ തന്നെ നല്ല വലിയൊരു ഓവർപാസ്സാണ് ഇപ്പോൾ കാക്കഞ്ചേരിത്തെ ഓവർപാസ്. കാക്കഞ്ചേരി താഴെ ഭാഗത്തൊക്കെ മണ്ണെടുക്കുന്ന വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ വൈകാനുള്ള കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കരിങ്കല്ലുണ്ട് കേട്ടോ മണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ അത് പൊട്ടിച്ച് മാറ്റാൻ നല്ല താമസം വരുന്നുണ്ട്. പിന്നെ കാക്കഞ്ചേരിയിൽ നിന്ന് വലത്തോട്ടുള്ള റോഡിന് പോയാൽ നമുക്ക് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലേക്ക് കയറാം. പള്ളിക്കൽ ബസാർ ഭാഗം, അതേപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിലേക്കൊക്കെ പോകാൻ പറ്റിയൊരു ഷോട്ടും കൂടിയാണ് കാക്കഞ്ചേരിയിൽ നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ തന്നെയാണ് കാക്കഞ്ചേരി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് റോഡൊക്കെ അടച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ നേരെ കാണാം റോഡിൻ്റെ വർക്കുകളൊക്കെ ചെട്ടിയാർമാട് വരെ കാണാം. പിന്നീട് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ മുകളിൽ നമ്മുടെ മാസ്റ്റിക്കിൻ്റെ സംഭവം ആരംഭിച്ചിട്ടുണ്ട്. അഥവാ ഈ ടാർ ചെയ്യുന്നതിന് മുമ്പ് കോൺക്രീറ്റിൻ്റെ മുകളിൽ ചെയ്യുന്ന ഒരു വർക്കാണത്. അപ്പോൾ അതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് ചേളാരി ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് കണ്ടിട്ട് ചേളാരിക്കാരൊക്കെ പ്രദേശവാസികൾ എന്താണ് നിങ്ങളെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അവിടെ ഈ ഭാഗത്ത് കാക്കഞ്ചേരിക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഓവർപാസിൻ്റെ ഇടയിൽ ആദ്യഘട്ട ടാറിങ് ഒക്കെ കഴിഞ്ഞതാണ്. അതൊക്കെ ഇപ്പോൾ മണ്ണ് വന്നിട്ട് ഇവിടെ ഇപ്പോൾ മണ്ണിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ റോഡിൻ്റെ കളറൊക്കെ അങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ ടാറിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം NHൻ്റെ പ്ലാനിലില്ലാത്ത ഓവർപാസ് പിന്നീട് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഉണ്ടാക്കിയൊരു ഓവർപാസ്സാണ് ചെട്ടിയാർമാട് ഓവർപാസ്സൊക്കെ. ഇവിടുന്നാണ് വള്ളിക്കുന്ന് കോട്ടക്കടവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡുള്ളത്. ആ ബസ് പോകുന്ന ആ ഭാഗത്താണ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി ചെട്ടിയാർമാട് മുതൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഫ്രണ്ട് വരെയുള്ള വർക്കുകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഭാഗത്തെ വീഡിയോ കാണിച്ചത്. അപ്പോൾ ഇവിടെ ചെറിയ വർക്കുകളിൽ കുറച്ച് അപ്ഡേഷൻ വന്നപ്പോഴാണ് വീണ്ടും ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത് ചേളാരിത്തെ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യമാണ്. ഇപ്പോൾ പടിക്കൽ ഭാഗത്തുനിന്ന് ചേളാരി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നത് ഈ ഭാഗത്താണ് കണ്ടോ. ചേളാരി ടൗണ് കഴിഞ്ഞിട്ട് പുറത്താണ് ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഏകദേശം ഇപ്പോഴത്തെ നിലവിലെ ബസ് സ്റ്റോപ്പും ഇപ്പം ആളുകൾ ബസ് കാത്തിക്കുന്ന സ്ഥലം ചെട്ടിപ്പടി ആ ജംഗ്ഷനിലാണ്. ഇവിടുന്ന് ഏകദേശമൊക്കെ ഒരു 400 മീറ്ററിലേറെ
ഒരു 300 മീറ്ററിലേറെ എന്തായാലും നിലവിൽ ആളുകൾ ബസ് കാത്തുക്കുന്നതും ബസ് സ്റ്റോപ്പും തമ്മിൽ മാറ്റം ഉണ്ടാവും. ചേളാരിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്താണ് ബസ് കാത്തിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നത് ടൗണിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താണ്. അപ്പോൾ അത് ഒരു കണ്ടോ, അതിപ്പോൾ ഞാനിതിൻ്റെ റോഡിൻ്റെ മുകളിൽ മേലെ ചേളാരി കൂടെ വന്നിട്ട് പുതിയ റോഡിൻ്റെ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ കണ്ട എത്ര ദൂരം ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് ശരിക്കും വേണ്ടത് അപ്പുറത്താണ്, ആ പള്ളിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെയാണ്. പക്ഷേ അവിടെ റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട്, സർവീസ് റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പക്ഷേ അപ്പോഴും സാധാരണക്കാരായ ബസ്സിന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ബസ് സ്റ്റോപ്പിൻ്റെ നിർമ്മാണം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ഇതേപോലെ തന്നെ ചെമ്മാട് ഭാഗത്തേക്ക് അത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണ്. ഇനി നമുക്ക് ചെമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് കാണാം. ചെമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് നമ്മുടെ പഴയ ചേളാരിച്ചന്തൻ്റെ കാലിച്ചന്ത നടന്ന ഭാഗത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ ചെമ്മാട് ബസ് സ്റ്റോപ്പ് കുറച്ച് താഴെയും അതേപോലെ തന്നെ കോഴിക്കോടേക്ക് ബസ് കാത്തിക്കുന്ന സ്റ്റോപ്പ് കുറച്ചുകൂടി മുകളിലും വരുന്നതായിരുന്നു കുറച്ചുകൂടെ ജനങ്ങൾക്ക് സൗകര്യം. അപ്പോൾ കണ്ടോ, ഇതാണിപ്പോൾ ചെമ്മാട് ഭാഗത്തേക്ക് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ വേണ്ടി പില്ലറിനും വേണ്ടിയുള്ള കുഴിയെടുത്തത്. കുറച്ച് മുന്നിൽ ഇപ്പോൾ വൈറ്റ് ബിൽഡിംഗ് ആണ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് കൂടെയാണ് നമ്മൾ ചേളാരി പോളിടെക്നിക്കിലേക്ക് പോവുക. ഇതിപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് വരുന്നത് മേലെ ചേളാരിൻ്റെ താഴെ ചേളാരിൻ്റെ സെൻട്രലാണ്. നമ്മൾ ആദ്യം കണ്ട ബസ് സ്റ്റോപ്പ് വരുന്നത് പടിക്കലിൻ്റെ ചേളാരിൻ്റെ സെൻട്രലായിട്ടാണ് വരിക. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് പിന്നെ ചേളാരി സെൻട്രലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വരണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് വരേണ്ട അവസ്ഥയിലാണ്. എന്തായാലും എന്തൊക്കെയാണോ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെന്ന് അറിയില്ല. പിന്നീട് ചേളാരിയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് കൊണ്ട് ചേളാരി വെറുതെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ചേളാരി KNRC ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് തുറന്നു കൊടുക്കാൻ ഉത്സാഹിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നല്ല ബ്ലോക്കാണ് ചേളാരി. ഒരു അരമണിക്കൂറെങ്കിലും ചേളാരി ആളുകൾ യാത്രക്കാർ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്നറിയില്ല, ജനപ്രതിനിധികളൊക്കെ ഇതിലൊന്നും കൂടി മുന്നിട്ടിറങ്ങിയിട്ട് ചേളാരിയിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് KNRCനോട് ഇതൊന്ന് തുറന്നു കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തണം. നല്ല ബുദ്ധിമുട്ടാണ് ചേളാരികൾ. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോകുമ്പോൾ നേരെ ഇപ്പോൾ ഇടത് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പോൾ GDSൻ്റെ ഹൈപ്പർ ഒക്കെ കുറച്ച് മുകളിലായിട്ട് ഈ ഭാഗത്താണ് ഇപ്പോൾ അത് ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആളുകൾ തൃശ്ശൂർ ഭാഗത്തേക്ക് ചെമ്മാട് ഭാഗത്തേക്കൊക്കെ ബസ് കാത്തിരിക്കുന്നത് നമ്മുടെ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ആ ഭാഗത്ത് ആ മരത്തിൻ്റെ ആ ഭാഗത്താണ്. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ഇല്ല. അപ്പോൾ ചേളാരി പ്രദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഈ ബസ് സ്റ്റോപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിക്കണതാണ് ചേളാരി എവിടെ ബസ് സ്റ്റോപ്പ് വരിക എന്നൊക്കെ. അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.